ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ടെർബോയുടെ കുറച്ച് കാര്യങ്ങളാണ് കാനഡയിലെ BCയിൽ നമ്മളിവിടെ പറയാൻ പോകുന്നത്. സിനി ഡ്രീമേഴ്സ് ഇവിടെ മലയാള സിനിമ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. അത് ഭയങ്കര നമ്മളെപ്പോലുള്ള സിനിമാ പ്രേമികൾക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് എന്താ പറയുക, നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം കൂടിയാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ സിനി ഡ്രീമേഴ്സിൻ്റെ സാരഥി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സാരഥിനെ വിളിക്കാം. ജോബു ചേട്ടാ. ജോബു. ഞാൻ ജോബു, സിനി ഡ്രീമേഴ്സിൻ്റെ ഒരു സാരഥിയിലുള്ള ഒരാളാണ്. നമ്മൾ മലയാളികൾക്ക്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഫ്രീസർ വാലിയിലുള്ള മലയാളികൾക്ക് സിനിമ കാണാനുള്ള ഒരു അവസരം നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. ഏകദേശം മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള ഒത്തിരി പടങ്ങൾ നമ്മളിവിടെ ഈ തിയേറ്ററിൽ കൊണ്ടേ കാണിച്ചിട്ടുണ്ട്. നാളിതുവരെ സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മൾ മറ്റൊരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായിട്ടുള്ള ഒരു പടവുമായിട്ടാണ് തിരിച്ചു വരവ് വന്നിരിക്കുന്നത്. ടെർബോ ജോസേട്ടനെ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, മലയാളികളുടെ മെഗാസ്റ്റാർ മമ്മൂക്ക. നമ്മുടെ മമ്മൂക്കയുടെ മരണമാസമായിട്ടുള്ളൊരു പടമാണ് ടർബോ. ഇതിനോടകം തന്നെ ഏകദേശം 2.5 കോടിയോളം തന്നെ ടിക്കറ്റ് പ്രീ കളക്ഷൻ സെല്ല് നടത്തിയ മോളിവുഡിലെ തന്നെ ഏറ്റവും ശക്തമായ പടം. കൂടാതെ തന്നെ ഏകദേശം 130-ൽ പരം വിദേശ രാജ്യങ്ങളിൽ ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇറങ്ങിയ പടം ടെർബോ ആണ്. വിദേശ രാജ്യങ്ങളിൽ റിലീസ് ഉള്ളതും അതുപോലെ തന്നെ പ്രീ കളക്ഷൻ ആയിട്ടുള്ള ടിക്കറ്റ് ഏകദേശം 2.5 കോടി രൂപയുടെ കളക്ഷൻ ഇപ്പൊ തന്നെ കളക്ട് ചെയ്ത് കഴിഞ്ഞു. പ്രീ ടിക്കറ്റിംഗ് കഴിഞ്ഞു. നമ്മുടെ കാനഡയിലും ഏകദേശം 38 സ്ഥലങ്ങളിൽ നമ്മളിത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചിത്രം ഒന്ന് കാണുക. നിങ്ങളുടെ ഈ എന്താ പറയുക, നിത്യജീവിതത്തിലെ ടെൻഷനുകളും ഈ തിരക്കുകളും നിലക്കെ ഒഴിഞ്ഞു മാറി നമ്മൾ എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടി വെള്ളിയാഴ്ച ദിവസം രാത്രി 8 മണിക്കാണ് ചില്ലിവാക്കിലുള്ള കോട്ടൺ വുഡ് സിനിമാസിലാണ് ടർബോ ജോസ് കോട്ടൺ വുഡ് സിനിമാസിന്റെ ഫ്രണ്ട് ചെയ്തായിട്ട് സംഭവം ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ചില്ലിവാക്ക് എന്ന് പറഞ്ഞ പ്ലേസിൽ വന്ന സമയത്ത് ഇവിടെ മലയാള സിനിമകളൊന്നും റിലീസില്ല. നമുക്കത് കാണാൻ പോകണമെങ്കിൽ വളരെ ലോങ് പോകണം. അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതിനെല്ലാം ഒരു പ്രതിവിധിയായിട്ട് നമ്മളിവിടെ മലയാള സിനിമ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷണൽ രീതിക്കാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. ടെർബോ മൂവിയാണ് ഇവിടെ കന്യംഗം കുറിക്കാൻ പോകുന്നത്. നാട്ടിൽ എല്ലാവരും പടം കണ്ട് അടിപൊളിയാന്ന് പറയുമ്പോൾ നമ്മൾ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ പടം കാണാൻ പോകണേ ഒത്തിരി ലോങ് പോകേണ്ടി വരും. അങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മാക്സിമം സിനിമകളൊന്നും കാണാത്ത ഒരു അവസ്ഥയിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒരു കേസ് മറന്നു പോയിട്ടോ ചോദിച്ചിട്ട്, നമ്മളെ ഇതിന്റെ ടിക്കറ്റിന്റെ കേസ് പറഞ്ഞില്ല. ആ ടിക്കറ്റിന്റെ കേസ് എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും പറയുകയാണെങ്കിൽ, സിനി ഡ്രീമേഴ്സ് ഇപ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഒരു നമ്പർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിൻ്റെ നമ്പറാണ്. ആ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഇടുക. വോയിസ് കോൾ ഇടരുത്, പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജോ നേരിട്ടോ വിളിക്കുക. 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 8 മണി വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സംവിധാനം ലഭ്യമാണ്. അത് ഇന്ന് ശരിക്കും ചൊവ്വാഴ്ച മുതൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. അത് വെള്ളിയാഴ്ച ഏകദേശം സിനിമ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് റിസർവ് ചെയ്യാം. ഓക്കെ, ഇപ്പം നേരെ പോയി എടുക്കാൻ പറ്റില്ലേ? നേരെ പോയി. അന്ന് ഞാൻ പോയി ഒരെണ്ണം പോയി എടുക്കട്ടെ. ടിക്കറ്റ് വരാൻ പറയാം. സംവിധാനം ഓപ്പണാന്ന് പറയുകയാണെന്ന് ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാട്ടോ. ഓ ഗായ്സ്, ഞാനങ്ങനെ കയ്യോടെ ടെർബോ ജോസേട്ടൻ്റെ ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇവിടുന്ന് തന്നെ ഞാൻ ഒന്ന് എടുത്തു. ഇപ്പം ജോയിച്ചേട്ടൻ പറഞ്ഞ പോലെ ആവശ്യമുള്ളവർക്ക് നേരെ ഒന്ന് എടുക്കുക. അത് ഇച്ചിരി ദൂരമുള്ള ആൾക്കാർക്കാണെങ്കിൽ നേരെ ഇവർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മറക്കരുത്, ടെർബോ ജോസ്. ടർബോ ജോസ് മാത്രമല്ല, മമ്മൂട്ടി പ്രൊഡക്ഷനാണ് സംഭവം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസ് അതിശക്തനായ ഒരു എഴുത്തുകാരനാണ്, സംവിധായകനാണ്. പുള്ളിയുടെ വെട്ടിക്കെട്ട് എഴുത്തായിരിക്കും. അതുപോലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആദ്യത്തെ തന്നെ 100 കോടി കളക്ഷൻ വൈശാഖ് പോക്കിർ രാജയുടെ ഒക്കെ ഡയറക്ടറായ വൈശാഖിന്റെ കൂടെയാണ് ഡയറക്ഷൻ. അപ്പോൾ വൈശാഖ്, മിഥുൻ മാനുവൽ, മമ്മൂട്ടി പ്രൊഡക്ഷൻ. ഏകദേശം 70-80-ൽ പരം മലയാളത്തിലെ നടന്മാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്.
ആക്ഷനും അതുപോലെ തന്നെ കോമഡിക്കും അതുപോലെ ഫാമിലി ആക്ഷൻ കോമഡിയാണ്. അതുപോലെ നമ്മുടെ ഇടുക്കിയെ കേന്ദ്രീകരിച്ചാട്ടോ. ഇടുക്കിയിൽ വിതച്ചതൊന്നും 100 പേനെ കൊയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോ ഒരേ പൊളിയായിരിക്കും. നമ്മുടെ എനിക്ക് തോന്നുന്നു ജിൽസ നമ്മുടെ പഴയ കോട്ടയം തുടക്കം തന്നെ ഇടിയാണ്. പെരുന്നാളായിരിക്കും ജോസേട്ടന്റെ. അപ്പോൾ അതുകൊണ്ട് ജോസേട്ടന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരും വെള്ളിയാഴ്ച, ഈ വരുന്ന വെള്ളിയാഴ്ച 24-ാം തീയതി 8 മണിക്ക് കോട്ടൺ വുഡ് സിനിമാസ് ചില്ലിവാക്കിൽ വരണം. അതായത് അടിച്ചു പൊളിക്കുന്നു. മിഷനിലുള്ളവർ, അബോസ്പോർഡ് ഉള്ളവർ, പിന്നെ മിഷൻ, ആബോസ്പോർഡ്, ആൾഡർ ഗ്രൂപ്പ്, ചില്ലിവാക്ക് ഇത്ര ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇത്ര ഏരിയയുള്ള ആളുകൾക്ക് വളരെ അടുത്തുള്ള സ്ഥലമാട്ടോ. നമുക്ക് ഒത്തിരി ലോങ് പോകണ്ട. ഇവിടെ വന്നിട്ട് സന്തോഷമായിട്ട് കണ്ട് ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ച് കണ്ട് വൈകുന്നേരം സമയമാണ്, ഫ്രീ ആയിരിക്കും, കണ്ട് എൻജോയ് ചെയ്താൽ നല്ല പാർക്കിങ്ങിലോട്ട് ഇഷ്ടമായ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ആണ്, നല്ല സൗണ്ട് സിസ്റ്റം എല്ലാം കൂടെ ഉള്ള അടിപൊളി തിയേറ്റർ ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും നാട്ടിൽ നടക്കുന്ന അതേ അത് തന്നെ, അത് വലിയൊരു വിഷമായിരുന്നു ചോദിച്ചേട്ടാ. നാട്ടിലെ ടാങ്കോടെ അതേ ഹാങ് ഓവറിൽ നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. അതെ അതെ അതെ. എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങൾ നിങ്ങൾ നല്ലവരായ മലയാളി സുഹൃത്തുക്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ടർബോ ജോസിനായി നമ്മൾ വെയിറ്റിംഗ് കാത്തിരിക്കട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ താങ്ക് യു ചോദിച്ചേട്ടൻ പോവാട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഒരു രക്ഷയില്ല. നമ്മൾ നാട്ടിൽ ഇത് കാണാൻ പറ്റാതെ, നാട്ടിലെല്ലാവരും സിനിമ കാണുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്താണെങ്കിലും ആ വിഷമം നമ്മൾ മാറ്റുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങളെല്ലാം ഒന്ന് സഹകരിച്ച് ഹിറ്റാക്കിയാൽ മാത്രം അടുത്ത എല്ലാ പടങ്ങളും ഇപ്പം മലയാള ഇൻഡസ്ട്രിയുടെ അവസ്ഥ അറിയാലോ. എല്ലാം അടിപൊളിയായിട്ടാണ് പോകുന്നത്. എല്ലാ പടങ്ങളും 100 കോടി 50 കോടി നല്ല കളക്ഷൻ റെക്കോർഡിലാണ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ പടവും ഇവിടെ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഇവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളും വന്ന് സഹകരിക്കണം. നമ്മുടെ കോട്ടൺ വുഡ് മാളിൽ വരിക, സിനിമ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. എന്തുകൊണ്ട് ടിക്കറ്റ് എടുക്കണം? ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. ഞാനിവിടെ വീഴുവാണ്. എൻ്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും കാണാം. See you soon.